വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വൻ വിലവർധനവിനെതിരെ സംസ്ഥാനമൊട്ടാകെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടു. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ വില വർദ്ധിപ്പിച്ചതാണ് ഹോട്ടലുകളെയും റെസ്റ്റോറന്റുകളെയും 24 മണിക്കൂർ പണിമുടക്കിലേക്ക് നയിച്ചത്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ കൂടാതെ ബേക്കറികൾ, ക്യാന്റീനുകൾ എന്നിവയും പണിമുടക്കിലാണ്. നേരത്തെ പശ്ചിമേഷ്യൻ യുദ്ധഭീതിക്ക് പിന്നാലെ പാചകവാതക ക്ഷാമം ഹോട്ടൽ മേഖലയ്ക്കും പ്രതിസന്ധിയായിരുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഒട്ടേറെ ഹോട്ടലുകളുടെ പ്രവർത്തനം നിലച്ചിരുന്നതാണ്. പല സ്ഥാപനങ്ങളിലും നേരിയ തോതിൽ വിലവർധനവിനും കാരണമായി. ഇതിനിടയിലാണ് വാണിജ്യ സിലിണ്ടർ വിലയിൽ ഒറ്റയടിക്ക് 993 രൂപ കൂടിയത്. വിലവർധനവ് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് പുറമെ ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയുടെ പ്രവർത്തനവും താളം തെറ്റിച്ചു. വാണിജ്യ പാചകവാതകത്തിന് സബ്സിഡി അനുവദിക്കുക, പാചകവാതകം ആവശ്യത്തിന് ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും പ്രതിഷേധ സമരത്തിലുണ്ട്. കേന്ദ്ര സർക്കാർ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിക്കപ്പെട്ടു. ഭക്ഷ്യവിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന് ഹോട്ടലുകളും മറ്റും നിർബന്ധിതരാകുന്നത് ഉപഭോക്താക്കൾക്കും തിരിച്ചടിയാകും.